ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ വർക്കിനെ പറ്റിയല്ലേ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഒരു XY കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു. ഈ സെഡ് ആക്സിസ് വേണമെങ്കിൽ സെഡ് ആക്സും കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ വിചാരിക്കാം നിങ്ങൾ. ഓക്കെ, ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ പഠിച്ചല്ലോ, നിങ്ങൾ അറിയാലോ. പൊസിഷൻ വെക്ടർ നമ്മൾ വരയ്ക്കുക ഒറിജിൻ എന്നാണ് അല്ലേ. ഒറിജിൻ മുതൽ ഇവിടെ വരെയാണ് അതിൻ്റെ പൊസിഷൻ കാണിക്കുന്ന വെക്ടറാണ് അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് പൊസിഷൻ വെക്ടർ. അതിന് ഞാൻ വെക്ടർ R1 എടുത്തു. വെക്ടർ R1. എന്നിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫോഴ്സ് കൊടുത്താൽ എപ്പോഴും ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കും, നമ്മൾ ബുക്ക് വെച്ച് വരച്ച് കാണിക്കുന്ന സംഭവം പറഞ്ഞില്ലായിരുന്നോ. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഫോഴ്സ് കൊടുത്തത് ഇങ്ങനെയാണ്, പക്ഷേ മൂവ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള അങ്ങനെയല്ലേ FS cos θ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിളല്ലേ തീറ്റ, ആ രൂപത്തിലല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊസിഷൻ വെക്ടർ വരിക ഇതല്ലേ. പൊസിഷൻ വെക്ടർ പിന്നെ വെക്ടർ R2 എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊസിഷൻ വെക്ടർ എപ്പോൾ നമുക്ക് എങ്ങനെ തരിക. ഇപ്പോൾ R1 എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ എപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പൊസിഷൻ വെക്ടർ എപ്പോഴും ഏത് രീതിയിലാണ് നമുക്ക് കിട്ടുക, പൊസിഷൻ വെക്ടർ എങ്ങനെ ഏത് രൂപത്തിലാണ് തരിക. പൊസിഷൻ വെക്ടർ എപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ 3i cap + 4j cap + 8k cap ഈ രൂപത്തിലാണ് പൊസിഷൻ വെക്ടർ തരിക. വെക്ടറാണ് സാധനം. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടർ എപ്പോഴും ഈ രൂപത്തിലൊക്കെയാണ് തരിക. അപ്പോൾ ഇങ്ങനെ തന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇങ്ങനെ തന്നാലുള്ള മീനിങ് എന്താണ്? ഇത് കാണിക്കുന്നത് പൊസിഷൻ വെക്ടർ കാണിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നാൽ മീനിങ് എന്താണ്? അതായത് X ആക്സിസിൽ i cap അല്ലേ. അപ്പോൾ X ആക്സിസിൽ 3 മീറ്റർ, Y ആക്സിസിൽ 4 മീറ്റർ, Z ആക്സിസിൽ 8 മീറ്റർ. അതാണ് മീനിങ്. X ആക്സിസിൽ 3, Y ആക്സിസിൽ 4, Z ആക്സിസിൽ 8 മീറ്റർ. അവിടെയാണ് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് വസ്തുവിൻ്റെ പൊസിഷൻ, അവിടെയാണ് വസ്തുവിൻ്റെ സ്ഥാനം. എന്ന് പറഞ്ഞാൽ X ആക്സിസിൽ 3 മീറ്റർ ഉണ്ടോ, X ആക്സിസിൽ 3 മീറ്റർ, Y ആക്സിസിൽ 4 മീറ്റർ, അപ്പോൾ Y ആക്സിസിൽ 4 മീറ്റർ, Z ആക്സിസിൽ 8 മീറ്റർ. Z എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ. അപ്പോൾ Z ആക്സിസിൽ 8 മീറ്റർ. അപ്പോൾ ഇവിടെ സ്പേസിൽ വായുവിൽ അതാണ് ബോഡി ഉള്ളത്, ബോർഡ് മേലൊന്നുമല്ല, സ്പേസിലാണ്, ഇവിടെയാണ്. അപ്പോൾ Xൽ 3, Yൽ 4, Zൽ 8. അപ്പോൾ ഇവിടെയാണ് വസ്തുവിൻ്റെ സ്ഥാനം എന്നർത്ഥം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് അതുപോലെ ഈ പൊസിഷൻ വെക്ടറും ഈ രൂപത്തിൽ വേറെ രൂപത്തിൽ തരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് ആ പൊസിഷനിലേക്ക് പോയി എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചില്ലേ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ പ്രകാരം ഇതിൻ്റെ ഹെഡിലാണല്ലേ ഇതാണ് ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെ ഹെഡിലാണ് ഇതിൻ്റെ ടെയിലുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ ഹെഡിൽ ടെയിലാണെങ്കിൽ ഇത് രണ്ടും സെയിം ഓർഡറിലാണ് പഠിച്ചില്ലേ. അപ്പോൾ ഇതും ആഡ് ചെയ്താൽ വെക്ടറാണേ പറയുന്നത്, ഈ വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ഇത് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരാ റിസൾട്ടൻറ്റ് വെക്ടർ, അങ്ങനെയല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ലോ വെക്ടർ R1 + വെക്ടർ S, R1 + വെക്ടർ S ഈക്വൽ ടു ഇത് വെക്ടർ R2. ട്രയാങ്കിൾ ലോ പ്രകാരം ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെക്ടർ R2 - വെക്ടർ R1 എന്ന് വെച്ചാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ഇത് രണ്ടും പൊസിഷൻ വെക്ടേഴ്സാണ്, പൊസിഷൻ വെക്ടേഴ്സ് അല്ലേ. ഈ പൊസിഷൻ വെക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ്. പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. ചില പ്രോബ്ലത്തിലെല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരിക, ഓർമ്മിച്ചോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് വർക്ക് കാണണം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എത്തി. ഇവിടുന്ന് ഇവിടെ എത്താൻ കാരണം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് വർക്ക് കാണണം. വർക്ക് കാണേണ്ട ഫോമിൽ നമ്മളെന്ന് പഠിച്ചത് FS cos θ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചില്ലേ, വെക്ടർ F ഡോട്ട് വെക്ടർ S, F ഡോട്ട് S, FS cos θ, F ഡോട്ട് S എന്ന് എഴുതും അല്ലേ. അപ്പോൾ F ഡോട്ട് എസ്സിന് വാരി ഇത് കൊടുക്കുക, വെക്ടർ R2 - വെക്ടർ R1. ഇതാണ് S. പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്.
അപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കാരണം ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പൊസിഷൻ വെക്ടർ തരും. ഇങ്ങനെ പറയും ഈ പൊസിഷനിൽ നിന്ന് ആ പൊസിഷനിലേക്ക് പോയി, എന്നിട്ട് പൊസിഷൻ വെക്ടർ തരിക, എന്നിട്ട് വർക്ക് കാണാൻ പറയും. ഫോഴ്സും തരും, എന്നിട്ട് വർക്ക് കാണാൻ പറയും. അപ്പോൾ ചെയ്യേണ്ടത് പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള കാര്യം ഓർമ്മിച്ചായി. എന്നിട്ട് എഫ് ഡോട്ട് എസ്, എഫ് എസ് കോസ് തീറ്റ, എഫ് ഡോട്ട് എസ് എന്നാണ് ആ സംഭവം കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഡൺ in component form. Work done in component form. Okay, work done in component form. ഇപ്പോൾ നമ്മൾ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ നൽകുന്നു. ലെറ്റ് എങ്ങനെ വിചാരിക്കൂ, എഫ് ഈക്വൽ ടു ഫോഴ്സിനെ നിങ്ങൾക്ക് ഇങ്ങനെ 3i cap plus 8j cap plus 2k cap ഇങ്ങനെ തന്നു. ഫോഴ്സിനെ ഇങ്ങനെ തന്നാൽ മീനിങ് എന്താണ്? ഫോഴ്സിനെ ഇങ്ങനെ തന്നാലുള്ള മീനിങ് എന്താ? ഇങ്ങനെ തരുന്നതാണ് നമ്മൾ കമ്പോണൻറ്റ് ഫോമിൽ തരിക എന്ന് പറയാം അല്ലേ. ഇങ്ങനെ തന്നാൽ മീനിങ് എന്താ? നിങ്ങൾ വെക്ടേഴ്സ് പഠിച്ചല്ലോ. ഇങ്ങനെ തന്നാലുള്ള മീനിങ് എന്താണ്? ഇത് തന്നിരിക്കുന്ന ഫോഴ്സിനെയാണ്. അപ്പോൾ ഇതൊക്കെ ഫോഴ്സാണ്, അതാ നിങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ ഫോഴ്സാണ്. ഇപ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം 3 ന്യൂട്ടൺ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ, 3 ന്യൂട്ടൺ ഫോഴ്സ്, ഇത് ഫോഴ്സാണ്. 3 ന്യൂട്ടൺ ഫോഴ്സ് എക്സിലും എക്സ് ആക്സിസിലും 8 ന്യൂട്ടൺ ഫോഴ്സ് വൈ ആക്സിസിലും 2 ന്യൂട്ടൺ ഫോഴ്സ് സെഡ് ആക്സിസിലും ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ എക്സിലും വൈയിലും സെഡിലും 3 ആക്സിസിലായിട്ട് എന്തുണ്ട്? ഫോഴ്സിൻ്റെ കമ്പോണൻറ്റുകളുണ്ട്. 3 ആക്സിസിലായിട്ട് ഫോഴ്സ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇങ്ങനെ തന്നാലുള്ള മീനിങ് അതാണ്. അപ്പോൾ ഫോഴ്സിനെ ഇങ്ങനെ തരുന്നതിനാൽ അപ്പോൾ ഇപ്പോൾ ഞാൻ സംഖ്യകൾ തന്നിട്ട് ജസ്റ്റ് കാണിച്ചാണ്, അതിൻ്റെ മീനിങ് പറയേണ്ടിട്ട് കാണിച്ചാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതുന്നു, എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ്. ഈ ഫോമിൽ എഴുതുന്നു. ജനറലായിട്ട് ഇങ്ങനെ എഴുതി 3i cap 2k cap അങ്ങനെയല്ല പറഞ്ഞ പോലെ അതിന് പകരം ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റിനാ ഇതേപോലെ എഴുതുന്നു. ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തായിരുന്നു? എസ് എക്സ് ഐ ക്യാപ് പ്ലസ് എസ് വൈ ജെ ക്യാപ് പ്ലസ് എസ് സെഡ് കെ ക്യാപ് ഇങ്ങനെ എഴുതിയാൽ അർത്ഥം എന്നാ? അപ്പോൾ ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ ഇത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഓരോ നമ്പർ വരും, ഇതൊക്കെ ഓരോ നമ്പർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് 5 ആണെങ്കിൽ 5 മീറ്റർ, അപ്പോൾ മീറ്ററാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ 5 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിലും, അതുപോലെ ഇത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വൈയിലും, ഇത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സെഡിലും. ഓക്കെ, ഒന്ന് തന്നിരിക്കുന്ന ഫോഴ്സ് കമ്പോണൻറ്റ് ഫോമിൽ തന്നു, ഇങ്ങനെ എക്സിലും വൈയിലും സെഡിലും എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ രൂപത്തിൽ എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് കണ്ട ഫോമിൽ എന്നാ? എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ് അല്ലേ, ഇതല്ലേ വർക്ക്. എഫ് ഡോട്ട് എസ്, എഫ് എത്രയാ? എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ്, ഇതാണ് എഫ് അല്ലേ. എഫ് ഡോട്ട് എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇത്. എസ് എക്സ് ഐ ക്യാപ് പ്ലസ് എസ് വൈ ജെ ക്യാപ് പ്ലസ് എസ് സെഡ് കെ ക്യാപ്. ഓക്കെ, ഇതിൽ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് പക്ഷേ ഡോട്ടാണ്. അപ്പോൾ ഇത് ഡോട്ട് ഇത് വരുമ്പോൾ ഇവിടെ എന്ത് വരും? ഐ ഡോട്ട് ഐ വരും അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ്പ് 1 ആണ്. ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ അത് 1 ആണ്. അപ്പോൾ അത് നോക്കണ്ട, 1 ആണ്. അതിൻ്റെ കൂടെ ഉള്ളത് എഫ് എക്സും എസ് എക്സും. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു എസ് എക്സ്, എഫ് എക്സ് ഇൻറ്റു എസ് എക്സ്. അതിൻ്റെ കൂടെ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എഫ് എസ് എക്സ് എക്സ് ഇൻറ്റു ഐ ഡോട്ട് ഐ 1. അപ്പോൾ എഫ് എക്സ് എസ് എക്സ്. അടുത്ത് ഇതായി ഐ ഉള്ളത് ഇതിൽ ജെ അല്ലേ, ഐയും ഇതിൽ ജെ ഉള്ളത്. അപ്പോൾ ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ് അല്ലേ, ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 0 പഠിച്ചിന്. അതുപോലെ ഐ ഡോട്ട് അടുത്തതിൽ ഐ ഡോട്ട് കെ എന്ന് പറയുമ്പോൾ അതും 0 എന്ന് പറഞ്ഞാൽ അതെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഏത് ടേം മാത്രമേ ഉണ്ടാവും? ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവും, എഫ് എക്സ് എസ് എക്സ്. അതിൻ്റെ കൂടെ ഐ ഡോട്ട് ഐ 1, അപ്പോൾ അതേ ഉണ്ടാവും, എഫ് എക്സ് എസ് എക്സ്. അതുപോലെ സെക്കൻഡ് ചെയ്യുമ്പോൾ ജെ ആണ്. ജെ ഡോട്ട് ഐ എന്ന് പറയുന്നത് 1 ആണ്. സോറി, ജെ ഡോട്ട് ഐ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് 0 ആയി. ജെ ഡോട്ട് ഐ 0 ആയതുകൊണ്ട് പിന്നെ അത് 0 ആയി, ടോട്ടലി 0 ആയി. അടുത്ത് ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതിലാരുണ്ടാവും? എഫ് വൈ എസ് വൈ ഇൻറ്റു ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എഫ് വൈ എസ് വൈ. അടുത്തല്ല ഏതാ വരും? അതുപോലെ ഇതേ ഉണ്ടാവും. ഇത് കെ ഡോട്ട് ഐ 0, കെ ഡോട്ട് ജെ 0, അപ്പോൾ കെ ഡോട്ട് കെ ആണ് 1.
അപ്പോൾ എഫ് സെഡ് എസ് സെഡ് ഇൻറ്റു കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അത് 1. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? എഫ് എക്സ് എസ് എക്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഐ ഡോട്ട് ഐ 1 ഇൻറ്റു 1. അപ്പോൾ 1 എഴുതണ്ട. പ്ലസ് അടുത്ത വില ഏതാന്ന് പറഞ്ഞു? ജെ ഡോട്ട് ജെ. ജെ ഡോട്ട് ജെ ആണ് 1, കാരണം ബാക്കിയെല്ലാം 0. അപ്പോൾ എഫ് വൈ എസ് വൈ ഇൻറ്റു ജെ ഡോട്ട് ജെ 1 പ്ലസ് അടുത്തൊരു വരിക എഫ് സെഡ് എസ് സെഡ്. എഫ് സെഡ് എസ് സെഡ് അതിൻ്റെ കൂടെ കെ ഡോട്ട് കെ 1 ഇൻറ്റു 1. അപ്പോൾ അത് എഴുതണ്ട. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇതായിരിക്കും, ഇങ്ങനെയാണ് വർക്ക് കാണുക. അപ്പോൾ ഈ രൂപത്തിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്നാൽ വർക്ക് കാണേണ്ടത് ഇങ്ങനെ. എന്നാൽ ഇങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ തരുമെന്ന് പറയും. കമ്പോണൻറ്റ് ഫോമിൽ തന്നാൽ വർക്ക് കണ്ടുപിടിക്കേണ്ട മെത്തേഡായത്. എന്നാൽ ഇക്വേഷൻ എഫ് എക്സ് എസ് എക്സ് ഉണ്ടാവും. പിന്നെ എഫ് വൈ എസ് വൈ പ്ലസ് എഫ് വൈ എസ് വൈ പ്ലസ് എഫ് സെഡ് എസ് സെഡ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ വർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഡൺ by variable force. Work done by variable force. Work done by variable force. Okay. Work done by variable force. അപ്പോൾ ഒരു വേരിയബിൾ ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞാൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇക്വേഷൻ അപ്പോൾ ഉപയോഗിക്കുക. ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഫോമിൽ ഉപയോഗിക്കാവും. വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. ഇപ്പോൾ ഫോഴ്സ് വാരിയബിളാണ്. അപ്പോൾ ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ എങ്ങനെ വർക്ക് കാണും? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കാണുന്നത് ഫസ്റ്റ് ഞാൻ കാണുന്നത് ഫ്രം 2 രീതി ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫ്രം ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് ഗ്രാഫ്. പക്ഷേ ഗ്രാഫ് വരയ്ക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സ് വാരിയബിളാണ്. ഫോഴ്സ് ഇങ്ങനെ മാറി മാറി കളിക്കണം, വാരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ ഞാൻ ഫോഴ്സ് എടുത്തു, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഫോഴ്സ് വാരിയബിളാണ്. ഞാൻ ഗ്രാഫ് ഇങ്ങനെ വരച്ചർത്ഥം ഇവിടെ ഇപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് അല്ലേ. അപ്പോൾ 10 ന്യൂട്ടൺ ആണെങ്കിൽ ഓരോ പോയിൻറ്റിൻ്റെ നേരെയും 10 ആണ് അല്ലേ. ഈ ഓരോ പോയിൻറ്റിൻ്റെ നേരെയും 10 അല്ലേ വരിക. ഇങ്ങനെ ഓരോ പോയിൻറ്റിൻ്റെ നേരെ 10 വന്നാൽ അർത്ഥം അത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റാണ് ഗ്രാഫ് ഇങ്ങനെ വരച്ചാൽ. അപ്പോൾ ഫോഴ്സ് വാരിയബിളാണ്. വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എങ്ങനെയാവണം? ഈ ആക്സസിൽ ഫോഴ്സ് മുകളിലേക്ക് പോകുമ്പോൾ കൂടും, താഴോട്ട് വരുമ്പോൾ കുറയും, അങ്ങനെയല്ല. അപ്പോൾ വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടുകയും കുറയാലും ചെയ്യണ്ടേ. ആരാ വാരിയബിൾ? ഫോഴ്സ്. അപ്പോൾ ഗ്രാഫ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വരച്ചു, ഇങ്ങനെയെല്ലാം വിചാരിച്ചു. ഗ്രാഫ് ഇങ്ങനെ വിചാരിച്ചു. മുകളിലേക്ക് പോലെ അർത്ഥം കൂടി പിന്നെ കുറഞ്ഞു, അങ്ങനെ കളിക്കുന്നു. ആര്? ഫോഴ്സ് വാരിയബിളാണ്. ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ വർക്ക് എങ്ങനെ കാണും? ഇതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിൻ്റെ ടോട്ടൽ ഈ ആക്സസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എഫ് എസ് എന്നുള്ള ഇക്വേഷൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ എഫ് എസ് കോസ് തീറ്റ വേണ്ട, എഫ് എസ് മതി. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെ വിചാരിച്ചോ. ഫോഴ്സ് വേരിയബിൾ ആണ്, പക്ഷേ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെന്ന് വിചാരിക്കും. അപ്പോൾ വർക്ക് എന്താണ്? പോസിറ്റീവ് എഫ് എസ്. പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫോഴ്സിനെ എങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കും? കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാമല്ലോ. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഫോമിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഫോഴ്സിനെ അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രാഫിൻ്റെ അണ്ടറിൽ വളരെ ചെറിയൊരു പോർഷൻ എടുക്കുക.
വളരെ ചെറിയ പറഞ്ഞാൽ അത്രയും സ്മോൾ ആയിട്ടുള്ള അത്രയും അടുത്തടുത്തുള്ള 2 പോയിൻ്റാണ്. അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 പോയിൻ്റ് എടുത്തു. ഈ ഗ്രാഫിൻ്റെ അണ്ടർലായിട്ട് നമ്മൾ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഞാനൊരു പേര് കൊടുത്തു എ ബി സി ഡി. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റില്ലേ മക്കളെ, എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ നേരെ ഈ ആക്സിസിൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. എൻ്റെ നേരെ ഇവിടെ ഫോഴ്സ് വരും. അതുപോലെ ഡീൻ്റെ നേരെ ഇവിടെ ഫോഴ്സ് വരും, ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഇതിൻ്റെ നേരെ വരുന്ന ഫോഴ്സ് ഒരു 5 ന്യൂട്ടൺ. തൊട്ട് ഡീൻ്റെ നേരെ മുകളിൽ വരുന്ന അതിനേക്കാൾ വളരെ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ വരുന്ന ആ ഫോഴ്സും പിന്നെ ഈ ഡി എന്ന് പറഞ്ഞ പോയിൻ്റ് അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 പോയിൻ്റാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിൻ്റ് നേരെ വരുന്ന ആ ഫോഴ്സും ഡി എന്ന് പറഞ്ഞ ആ പോയിൻറ്റിന് നേരെ വരുന്ന ഫോഴ്സും ഓൾമോസ്റ്റ് എന്തായിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ എ മുതൽ ഡി വരെയുള്ള ആ റീജിയനിൽ ഫോഴ്സ് ഓൾമോസ്റ്റ് എന്താണ്, ഇതിൻ്റെ നേരെയായാലും അതിൻ്റെ നേരെയായാലും ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഫോമിൽ ഉപയോഗിക്കാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ നേരെ എൻ്റെ നേരെ ഞാൻ എഫ് എന്ന് എടുക്കുകയാണെങ്കിൽ, ഫോഴ്സ് എഫ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഡീൻ്റെ നേരെയും ഓൾമോസ്റ്റ് നമുക്ക് എന്ത് തന്നെ എടുക്കുക, ഈ എഫ് തന്നെ എടുക്കുക. അപ്പോൾ ഈ റീജിയനിൽ അത്രയും സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആ റീജിയനിൽ ഫോഴ്സ് എന്തായി, കോൺസ്റ്റൻ്റ് ആയി, സെയിം ആയി. ഇനി ഈ ആക്സസിൽ നോക്കൂ, ഈ ആക്സസിൽ ബി മുതൽ സി വരെ അല്ലേ, അങ്ങോട്ട് പോകുന്നവരെ എന്ത് കൂടും, ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും അല്ലേ. അപ്പോൾ ബി മുതൽ സി വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ബി മുതൽ സി വരെ എന്ന് പറഞ്ഞാൽ അത്രയും അടുത്തടുത്തുള്ള 2 പോയിൻ്റ് അല്ലേ. അപ്പോൾ ബി മുതൽ സി വരെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് അങ്ങനെ എടുക്കുന്നു. വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്. ഓക്കെ, സ്മോൾ ആയതുകൊണ്ട് ഡെൽറ്റ ഉപയോഗിച്ചു. അപ്പോൾ ബി മുതൽ സി വരെയുള്ള ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് എന്ന് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ പോർഷനിലെ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ഈ പോർഷനിലെ ഈ പോർഷൻ്റെ ഏരിയ കാണുന്നു. അപ്പം ഞാനിങ്ങനെ എഴുതുന്നു, ഏരിയ ഓഫ് തിൻ സ്ലൈസ് എന്ന് പറയും, ഏരിയ ഓഫ് തിൻ സ്ലൈസ് എ ബി സി ഡി. ഈ എ ബി സി ഡി എന്ന് പറയുന്ന ആ പോർഷൻ്റെ ഏരിയ. ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു ചെരിവുണ്ട് അല്ലേ, എങ്കിലും അത് ഓൾമോസ്റ്റ് അത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായി, റെക്റ്റാങ്കിൾ പോലെയായി. എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഫോമിലായി. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ഇതെന്ന് പറയുമ്പോൾ ആരാ, ഇത്രയും സാധനം എഫ്, ഇവിടെ ഫോഴ്സ് അല്ലേ ഉള്ളത്, ഫോഴ്സ്. ഇത് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റും, ഇതൊരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ അവിടെ വരെയാണ്, ഗ്രാഫ് അവസാനിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ മുതൽ അവിടെ വരെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ബി മുതൽ സി വരെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അപ്പോൾ ലെങ്ത് എഫ്, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇത് അല്ലേ, ഡെൽറ്റ എക്സ്. അപ്പോൾ എഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വർക്ക് അല്ലേ. ഈ വർക്കിനെ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് വിളിക്കാം, ഡെൽറ്റ ഡബ്ല്യു, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ്. സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണെന്ന് എങ്ങനെ മനസ്സിലായി, ഇതൊരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ് എന്നെങ്ങനെ മനസ്സിലായി, കാരണം ഇറ്റ് ഈസ് എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡീനെ വളരെ ചെറുതായിട്ടൊന്ന് നീക്കണമെങ്കിൽ ചെറിയ വർക്കല്ലേ വേണ്ടൂ, കാരണം സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ അത്രയും സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ, അത്രയും വളരെ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വർക്ക്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വർക്കാണ്. പക്ഷേ ഇതൊരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ ഈ പോർഷൻ്റെ എന്ത് കണ്ടാൽ, ഏരിയ കണ്ടാൽ, ഇതിൻ്റെ ഏരിയ കണ്ടാൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഈ പോർഷൻ്റെ ഏരിയ കണ്ടാലോ, അതേപോലെ ഈ പോർഷൻ്റെ ഏരിയ കണ്ടു എന്ന് വിചാരിക്കും, ഈ പോർഷൻ്റെ ഏരിയ കണ്ടാൽ ഇതുപോലെ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കിട്ടൂലേ അല്ലേ. അപ്പോൾ സ്മോൾ ഏരിയ കണ്ടാൽ, ഒരു ഏരിയ കണ്ടാൽ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ ഏരിയ കണ്ടാൽ
ഇങ്ങനെ ഓരോ സ്മോൾ ഏരിയ കണ്ടാലും എന്താ കിട്ടുന്നത്, സ്മോൾ ഏരിയ കണ്ടാലും എന്താ കിട്ടുന്നത്, സ്മോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്, സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ഏരിയ ആയിരിക്കും ടോട്ടൽ വർക്ക്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദർഫോർ ടോട്ടൽ വർക്ക് ഞാൻ W എന്നെടുത്ത്, ടോട്ടൽ വർക്ക് ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ ഏരിയ ആയിരിക്കും. ഏരിയ അല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഈക്വൽ ടു ടോട്ടൽ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ആയിരിക്കും. ടോട്ടൽ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ആയിരിക്കും ടോട്ടൽ വർക്ക്. ടോട്ടൽ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ആയിരിക്കും ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് ഫോഴ്സ് വേരിയബിൾ ആയാലും, ഫോഴ്സ് ഇങ്ങനെ കൂടും കുറയാലും ചെയ്യുന്ന, അപ്പോൾ വേരിയബിൾ അല്ലേ, ഇങ്ങനെയല്ലേ ഗ്രാഫ് ഇങ്ങനെയല്ലേ വരച്ചത്, ഫോഴ്സ് വേരിയബിൾ ആയാലും ഗ്രാഫ് ഉപയോഗിച്ച് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, ഏതെങ്കിലും ഗ്രാഫ് അല്ലേ ശ്രദ്ധിക്കണം, ഫോഴ്സ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഈ സ്പേസിൻ്റെ ഏരിയ കണ്ടാൽ ടോട്ടൽ ഏരിയ കണ്ടാൽ നമുക്ക് വർക്ക് കിട്ടും. ഇതാണ് മെത്തേഡ്. ഇത് കൂടാതെ ഫോഴ്സ് വേരിയബിൾ അല്ലേ, ഫോഴ്സ് വേരിയബിൾ ആകുമ്പോൾ വർക്ക് കാണാനുള്ള ഇത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഗ്രാഫ് ഉപയോഗിച്ചല്ലാതെ ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ എങ്ങനെയാണ് വർക്ക് കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു F ഇൻറ്റു ഡെൽറ്റ എക്സ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വർക്കാണ്. ഇത് ഡെൽറ്റ എക്സ് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ടാണ് സ്മോൾ വർക്ക് എന്ന് എഴുതി അല്ലേ. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ ഡെൽറ്റ എക്സ്, ഈ ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്നായിരിക്കും, ടെൻഡിങ് ടു 0. അപ്പോൾ ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ സാധനം, ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രക്കും ചെറുതാവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എക്സിനെ നമുക്ക് അത്രക്കും ചെറുതാകുമ്പോൾ നമുക്ക് അതിനെ ഡി എക്സ് എന്ന് വിളിക്കാം. അത്രക്കും മൈന്യൂട്ടാകുന്ന സമയത്ത്, ടെൻഡിങ് ടു 0 ആകുന്ന സമയത്ത് നമ്മൾ അതിനെ ഡി എക്സ് എന്ന് വിളിക്കുന്നു. അത്രയും സ്മോളായി ആര്, ഡെൽറ്റ എക്സ്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഡെൽറ്റ എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് എഫ് ഡി എക്സ് എന്ന് എഴുതാം. എഫ് ഡെൽറ്റ എക്സ് എഴുതിയതിന് വരെ എഫ് ഡി എക്സ്. ഇനി എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വർക്ക്. ഏത് വർക്ക്, സ്മോൾ വർക്കല്ലേ. അപ്പോൾ സ്മോൾ വർക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ഡെൽറ്റ ഡബ്ല്യൂ എന്നല്ല എഴുതിയേ, ഡെൽറ്റ ഡബ്ല്യൂ എന്ന് എഴുതിയതിന് പകരം ഡി ഡബ്ല്യൂ എന്ന് എഴുതി, സ്മോൾ വർക്ക്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യം ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ 0 അടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്രക്കും ചെറുതാകുന്നു. അപ്പോൾ ഡെൽറ്റ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഡി എക്സ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഇൻറ്റു ഡി എക്സ് ആയി. അതുകൊണ്ട് ഞാൻ ഡെൽറ്റ ഡബ്ല്യൂവിന് പകരം ഡി ഡബ്ല്യൂ എന്ന് കൊടുത്തു. അത് സാധനം ആരാ, ഡെൽറ്റ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. അപ്പോൾ ഇത് സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ്, ടോട്ടൽ വർക്കല്ല. ഓക്കെ, ഇനി അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കിട്ടിയില്ലേ, ഈ സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് ഉണ്ടാവും, എവിടെ മുതൽ എവിടെ വരെ എന്ന് പറഞ്ഞാൽ. ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അധികം ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ 2 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയാൽ 2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ. ഓക്കെ, 2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ. അപ്പോൾ ഇതിനെ ഞാൻ എക്സ് ആയി, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂവിനെ ഞാൻ എക്സ് ആയി കൊടുക്കുന്നു, ഫൈനൽ വാല്യൂ എക്സ് എഫ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്നുള്ള അർത്ഥം, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആ ടോട്ടൽ വർക്ക്, ആ ബോഡീനെ മൂവ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് അല്ലേ ഡി ഡബ്ല്യൂ. അപ്പോൾ ഡി ഡബ്ല്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് എന്ന് വെച്ചാൽ എവിടെ മുതൽ എവിടെ വരെ എന്ന് കാണിക്കണം. അത് കാണിക്കേണ്ട ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതണം, ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതണം. അതിൻ്റെ അർത്ഥം അവിടെ മുതൽ അവിടെ വരെയുള്ള ടോട്ടൽ വർക്ക്, അവിടെ മുതൽ അവിടെ വരെ മൂവ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ഐ മുതൽ എക്സ് എഫ് വരെ. ഇത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫൈനൽ പൊസിഷൻ. അതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എവിടെ അവസാനിച്ചു ആ സംഭവം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ്. ഓക്കെ, ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഡി എക്സ്. അപ്പോൾ ഫോഴ്സ് എന്താണെങ്കിൽ വേരിയബിൾ ആണെങ്കിൽ രണ്ട് രീതിയിൽ വർക്ക് കാണാം. ഒന്ന്,
ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഗ്രാഫ് തന്നാൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഗ്രാഫാണ് തന്നെങ്കിൽ ഗ്രാഫിൽ നിന്ന് ടോട്ടൽ ഏരിയ കാണാം, ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണാം. ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ ടോട്ടൽ വർക്ക് കിട്ടും. പിന്നെ ഉള്ള മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇൻ്റഗ്രൽ വർക്ക് കാണാനുള്ള ഇക്വേഷനാണ്. എപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത്, ഈ ടെക്നിക്ക് എപ്പോൾ ഉപയോഗിക്കുക? വെൻ ഫോഴ്സ് ഈസ് വാരിയബിൾ. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ന ഇക്വേഷൻ, വർക്കിൻ്റെ ഇക്വേഷൻ എഫ് കോസ് തീറ്റ. പക്ഷേ ഫോഴ്സ് എന്താണെങ്കിൽ വാരിയബിൾ ആണെങ്കിൽ വർക്ക് കാണേണ്ട ഫോർമുല ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ഇതാണ് വർക്ക് കാണേണ്ട ഫോർമുല വെൻ ഫോഴ്സ് ഈസ് വാരിയബിൾ. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ ഫോഴ്സ് വാരിയബിൾ ആണ് നമ്മളിങ്ങനെയല്ലേ പറഞ്ഞത്. നെക്സ്റ്റ്, ഇപ്പോൾ ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെ തന്നു. ഫോഴ്സിനെ കമ്പോണൻ്റ് ഫോമിൽ തരുന്നു. ഫോഴ്സ് ഈക്വൽ ടു എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ് ഇങ്ങനെ തന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കമ്പോണൻ്റ് ഫോമിൽ തരുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് തരുമ്പോൾ എസ് എക്സ് ഐ ക്യാപ് പ്ലസ് എസ് വൈ ജെ ക്യാപ് പ്ലസ് എസ് സെഡ് കെ ക്യാപ് ഇങ്ങനെ തരുന്നു. പക്ഷേ ഈ തന്നിരിക്കുന്ന ഫോഴ്സുകളൊക്കെ വാരിയബിൾ ആണെന്നിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസിലുള്ള ഫോഴ്സാണ് എഫ് എക്സ് അല്ലേ. ഇത് എക്സ് ആക്സിസിൽ ഇത്ര ഫോഴ്സ്, വൈ ആക്സിസിൽ ഇത്ര ഫോഴ്സ്, സെഡ് ആക്സിസിൽ ഇത്ര ഫോഴ്സ് എന്നല്ലേ അർത്ഥം. പക്ഷേ നിങ്ങളിങ്ങനെ വിചാരിക്കും ഓരോ ഫോഴ്സും ഈ തന്നിരിക്കുന്ന എക്സ് ആക്സിസിലുള്ള ഫോഴ്സും വൈ ആക്സിലുള്ള ഫോഴ്സും സെഡ് ആക്സിലുള്ള ഫോഴ്സും ഓരോ ഫോഴ്സും ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായൊരു വാല്യൂ അല്ല അതിങ്ങനെ. ഈ ഫോഴ്സുകളെല്ലാം തന്നെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആക്സിസിലുള്ള ഫോഴ്സും വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് വാരിയബിൾ ആണെന്നായിരിക്കും. ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ വർക്ക് ഇങ്ങനെയല്ലേ കാണുക. ഇതല്ലേ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ ഇങ്ങനെ കമ്പോണൻ്റ് ഫോമിൽ തന്നാൽ, പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ, 3 ആക്സിസിലും എന്തുണ്ട്, ഫോഴ്സ് ഉണ്ട്. 3 ആക്സിസിലും ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഓരോ ഫോഴ്സുകളും എന്താണ്, വാരിയബിൾ ആണ്. അത് സംഭവം. അപ്പോൾ നമ്മൾ അങ്ങനെ വർക്ക് കാണും. വർക്ക് കാണേണ്ട ഫോമുല എന്നാ, ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എക്സ് ആക്സിസിലുള്ള ഫോഴ്സ് ഇതല്ലേ എഫ് എക്സ്. അപ്പോൾ നിങ്ങൾ ഇതാ എഫ് എക്സ് ഡി എക്സ് എന്ന് ഇതാ എഫ് എക്സ് ഡി എക്സ് എഫ് ഡി എക്സ് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് ഇതാ പ്ലസ് കഴിഞ്ഞില്ല. വൈ ആക്സിസിലും ഫോഴ്സ് ഇല്ലേ, വൈ ആക്സിസിൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഇൻ്റഗ്രൽ എഫ് വൈ ഡി വൈ എന്ന് ഇതാ. മനസ്സിലായോ? ഇതുപോലെ സെഡ് ആക്സിസിൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് എന്ന് ഇതാ. ഇതിലിപ്പോൾ ഞാൻ ഇക്വേഷൻ പറഞ്ഞാണ്. ഇതിൽ പ്രോബ്ലം ചെയ്യുന്നവരാണ് ഈ സംഭവം ക്ലിയർ ആവുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഫോഴ്സിനെ ഇങ്ങനെ കമ്പോണൻ്റ് ഫോമിൽ തന്നു. പക്ഷേ ഇതിലുള്ള ഓരോ ഫോഴ്സുകളും എന്താണ്, വാരിയബിളാണ്. ഓരോ ഫോഴ്സുകളും വാരിയബിളാണ്. വാരിയബിൾ ആണെങ്കിൽ, ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ വർക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഒരു ഫോഴ്സ് അല്ല ഉള്ളത്, 3 കമ്പോണൻ്റ് ഫോമിൽ 3 ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ കേസിലും ചെയ്യണ്ടേ. അപ്പോൾ ടോട്ടൽ വർക്ക് കാണാൻ ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എന്നാണ് ജനറൽ ഫോമുല. അപ്പോൾ എഫ് എക്സ് ഡി എക്സ്, എഫ് വൈ ഡി വൈ, എഫ് സെഡ് ഡി. എന്നിട്ട് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കേണ്ടത് എവിടെ മുതൽ എവിടെ വരെ. ഇത് പറയുന്നത് എക്സ് ആക്സിസിലുള്ള കാര്യമാണ്. എക്സ് ആക്സിസിലുള്ള കാര്യമാണ്. അപ്പോൾ ബോഡി എക്സ് ആക്സിസിൽ എവിടെ മുതൽ എവിടെ വരെ മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ് ഐ എന്ന് കൊടുക്കുക, എക്സ് എഫ് എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ, 2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ആ ബോഡി മൂവ് ചെയ്തു, എക്സ് ആക്സിസിൽ മൂവ് ചെയ്തു. അപ്പോൾ ഇതാ ഈ 2 മീറ്ററാണ് എക്സ് ഐ, 10 മീറ്ററാണ് എക്സ് എഫ്. അരുവത്തിൽ എവിടെ മുതൽ എവിടെ വരെ എക്സ് ആക്സിസിൽ മൂവ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് വൈ ആക്സിസിലുള്ള കേസാണ്. വൈ ആക്സിസിലുള്ള വർക്ക് ആ കേസിലുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് എവിടെ മുതൽ എവിടെ വരെ. അപ്പോൾ അതിനെ വൈ ഐ എന്നും ഇതേ പറഞ്ഞ പോലെ തന്നെ വൈ ആക്സിസിൽ എവിടെ മുതൽ എവിടെ വരെ മൂവ് ചെയ്തു, എഫ് വൈ ഐ വൈ എഫ് എന്ന് കൊടുക്കുക. അതുപോലെ ഇത് സെഡ് ഐ സെഡ് എഫ് എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. എ സൈക്ലിസ്റ്റ് കംസ് ടു എ സ്കിഡിങ് സ്റ്റോപ്പ്. അപ്പോൾ സൈക്കിൾ സ്റ്റോപ്പ് ആവുകയാണ് ഇൻ 10 മീറ്റർ. 10 മീറ്റർ ട്രാവൽ ചെയ്ത് സ്റ്റോപ്പ് ആവുകയാണ്. സ്കിഡിങ് സംഭവിച്ച് 10 മീറ്ററിൽ സ്റ്റോപ്പ് ആവുകയാണ്.
ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു റോഡ് ഈസ് 200. അപ്പോൾ ഒരു സൈക്കിള് റോഡിലൂടെ ഒരു സൈക്കിൾ മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സൈക്കിൾ മൂവ് ചെയ്യുമ്പം 10 മീറ്ററിലാണ് സ്റ്റോപ്പ് ആകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ. ഓക്കെ. ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു റോഡ് സൈക്കിളിന് കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ റോഡ് സൈക്കിളിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ റോഡിൻ്റെ സൈക്കിളിൻ്റെ ഇടയിലുള്ളതായിരിക്കും. റോഡ് സൈക്കിളിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലേ. ദാറ്റ് ഈസ് 200 ന്യൂട്ടൺ ആൻഡ് ഈസ് ഒപ്പോസിറ്റ് ടു ഇറ്റ്സ് മോഷൻ. ഒപ്പോസിറ്റ് ടു മോഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. റോഡിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞാണ്, സൈക്കിൾ മുന്നോട്ട് പോകുമ്പോൾ സൈക്കിളിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ മുന്നോട്ടായിരിക്കും, സൈക്കിളിൻ്റെ മുകളിൽ ബാക്കോട്ടായിരിക്കും, പക്ഷേ റോഡിൻ്റെ മുകളിൽ മുന്നോട്ടായിരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞത്? ഓക്കെ. റോഡിൽ ഫ്രിക്ഷൻ മുന്നോട്ടായിരിക്കും, പക്ഷേ സൈക്കിളിൽ ബാക്കോട്ടായിരിക്കും. അത് തന്നിരിക്കുന്നത് 200 ന്യൂട്ടൺ. ഓക്കെ. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഹൗ മച്ച് വർക്ക് ഡസ് ദ റോഡ് ഡു ഓൺ സൈക്കിൾ? ഹൗ മച്ച് വർക്ക് ഡസ് ദ റോഡ് ഡു ഓൺ സൈക്കിൾ? റോഡ് സൈക്കിളിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്ക്. റോഡ് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? 200. സൈക്കിളിന് എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ. ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് എങ്ങനെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആണെങ്കിൽ -Fs. അങ്ങനെയല്ലേ പഠിച്ചത്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ Fs. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയാലും വർക്ക് 0. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ വർക്ക് എത്രയാണ്? നെഗറ്റീവ് -Fs. എന്നല്ലേ പഠിച്ചേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആയാലും. അപ്പോൾ നെഗറ്റീവ് ഫോഴ്സ് 200, ഡിസ്പ്ലേസ്മെൻറ്റ് 10, സോ -2000 ജൂളായിരിക്കും വർക്ക്. -2000 ജൂളായിരിക്കും വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ, ഹൗ മച്ച് വർക്ക് ഡസ് ദ സൈക്കിൾ ഡു ഓൺ റോഡ്? സൈക്കിള് റോഡിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്കാണ്. റോഡിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്ക്. മക്കളെ, ഇത് സൈക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ തന്നെ? സൈക്കിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. സൈക്കിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതുകൊണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിലല്ലേ വർക്കുള്ളൂ. അപ്പോൾ സൈക്കിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതുകൊണ്ട് സൈക്കിളിൻ്റെ മുകളിൽ വർക്കുണ്ട്. അതാ കണ്ടുപിടിച്ചത്. ഓൺ ദ സൈക്കിൾ അതാ കണ്ടുപിടിച്ചത്. സൈക്കിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് സൈക്കിളിൻ്റെ മുകളിൽ വർക്കുണ്ട്. പക്ഷേ റോഡുമേലൂടെ സൈക്കിളല്ലേ മൂവ്. റോഡിന് എന്തില്ല? റോഡ് നിർത്തുന്നതല്ല. റോഡിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ വർക്കില്ല. അപ്പോൾ ഓൺ ദ റോഡാണ് ചോദിച്ചത്. റോഡിന് എന്തില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ റോഡിൻ്റെ മുകളിൽ വർക്കില്ല. അപ്പോൾ രണ്ടാമത്തെ ആൻസർ 0 ആണ്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്താ? ദ റോഡ് ഹാസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ റോഡ്. റോഡിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് റോഡിൻ്റെ മുകളിൽ വർക്കില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഈസ് holding a bucket by applying a force of 10 Newton. A person is holding ബക്കറ്റ് നേരത്തെ നമ്മൾ ബാഗ് പിടിക്കുന്ന കാര്യം പറഞ്ഞില്ല മുന്നേ ക്ലാസ്സിൽ. അപ്പോൾ ബക്കറ്റ് ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. ബക്കറ്റ് പിടിക്കുമ്പോൾ പിടിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ഫോഴ്സ്. അപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സാണ് കൊടുത്തത്. അപ്പോൾ ഒരാളുണ്ട്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റ് ഇങ്ങനെ തൂക്കി പിടിക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ, തൂക്കി പിടിക്കാന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ആ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. ഓക്കെ. എന്നിട്ടോ ഹി മൂവ്സ് ഓൺ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ. എന്നിട്ട് ബക്കറ്റും പിടിച്ചിട്ട് ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 10 മീറ്റർ. ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ക്ലൈംസ് അപ്പ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. പിന്നെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്തതിന് ശേഷം പിന്നെ ക്ലൈംസ് അപ്പ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, പിന്നെ നേരെ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ അയാൾ ബക്കറ്റ് പിടിച്ചിട്ടല്ലേ. ബക്കറ്റ് പിടിക്കാന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ? മുകളിലേക്ക് തന്നെ. ബക്കറ്റ് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടാണല്ലേ. അപ്പോൾ ഫോഴ്സ് മുകളിലേക്ക് തന്നെ. എന്നിട്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പോയി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടാണ്. അപ്പോൾ ആദ്യം അയാൾ ഇങ്ങനെ പോയിട്ട് പിന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതെത്രയാണ്? 10 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് അഗൈൻ 10 മീറ്റർ. ബക്കറ്റ് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഫോഴ്സ് എപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും മുകളിലേക്ക് തന്നെയാണ്.
ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ഹിം. അയാൾ ചെയ്ത വർക്ക്, അദ്ദേഹം ചെയ്ത വർക്ക്. ഇവിടെ നിന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് കേസിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലറാണ്. ഇവിടെ മുതൽ ഇവിടം വരെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ അല്ലേ. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ വർക്ക് എന്താണ്? 0. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയാൽ വർക്ക് 0 ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, W. ഈ കേസിൽ വർക്ക് എത്രയാണ്? ഇവിടെ വർക്കില്ല, അതുകൊണ്ട് ഇതിനി നോക്കണ്ട. ഈ കേസിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സ് 10 ന്യൂട്ടനാണ് തന്നിട്ടേ. ഫോഴ്സ് 10 ന്യൂട്ടനാണ്. ഓക്കെ, ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? മുകളിലേക്ക് പോലെ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ഡയറക്ഷനിൽ അല്ലേ. അയാൾ കൊടുക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിൽ വർക്ക് എങ്ങനെ കാണാം? വർക്ക് ഈക്വൽ FS. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായാലും പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് FS എന്നല്ല പഠിച്ചത്. സെയിം ഡയറക്ഷനിലായാലും FS, പെർപെൻഡിക്കുലർ ആയ 0, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാലും -FS. ഇത് സെയിം ഡയറക്ഷനിലായതുകൊണ്ട് FS. അപ്പോൾ F എത്രയാണ്? 10. ഡിസ്പ്ലേസ്മെൻറ്റും 10. സോ 100 ജൂളാണ് വർക്ക്. അപ്പോൾ ഇവിടെ വർക്കില്ല, ഇവിടെയുള്ള വർക്ക് 100 ജൂൾ. സോ ടോട്ടൽ വർക്ക് ഈസ് 100 ജൂൾ. 100 ജൂളാണ് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഗ്രാഫാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഗ്രാഫ്. ഓക്കെ, ചോദ്യം കാൽക്കുലേറ്റ് വർക്ക് ഡൺ. വർക്കാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഗ്രാഫ് തന്നാൽ വർക്ക് കാണുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ. ഈ അല്ലേ, വർക്ക് എങ്ങനെയാണ് കാണുക? വർക്ക് ഈക്വൽ ടു ഏരിയ ആണ് അല്ലേ. ഏരിയ അണ്ടർ, അങ്ങനെയല്ലേ പഠിച്ചേ? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. വർക്ക് ഈക്വൽ ടു ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. അപ്പോൾ ഏരിയ കണ്ടാൽ മതി. ഏരിയ കാണുന്നത് ഇതിപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഇതിൻ്റെ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് വെച്ചിട്ട് ഏരിയ കാണാം. ഏരിയ കാണുന്നത് നിങ്ങൾ ക്വസ്റ്റ്യനിലും കുറച്ച് ചെയ്തല്ലേ. പിന്നെ ഇതിൻ്റെ ഏരിയ കാണാം. പിന്നെ ഇത് ട്രയാങ്കിൾ ഹാഫ് BH വെച്ചിട്ട് ഏരിയ കാണാം. പിന്നെ ഇതിൻ്റെ ഏരിയ കാണാം. ഇതിൻ്റെ ഏരിയ കാണുമ്പോൾ ഇതിനെ ഇവിടെ -15, അപ്പോൾ -15 തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഏരിയ കാണും. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ കണ്ടാൽ മതി. അങ്ങനെ ഏരിയ എല്ലാ ഏരിയയും തമ്മിൽ ആഡ് ചെയ്യുക. ഏരിയ കണ്ടാൽ വർക്ക് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഏരിയ കാണുന്ന അറിയാലോ. അപ്പോൾ ആ ഏരിയ കണ്ടാൽ വർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എനർജീനെ പറ്റിയാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കാനുള്ള ഏരിയ വർക്ക് എനർജി പവറിൽ എനർജി എന്ന് പറയുന്ന ഏരിയയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ടൈപ്പ് എനർജി ഉണ്ട്. മെക്കാനിക്കൽ എനർജി, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് കേട്ടാണ്. മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, അങ്ങനെ പലതരം എനർജി ഉണ്ട്. അതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി 2 ടൈപ്പാണ്. ഒന്ന് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഒരു മൂവിങ് ബോഡിക്ക് ഉണ്ടായിരിക്കുന്ന എനർജിയാണ്. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ആണ് അല്ലേ. മൂവിങ് ബോഡിക്ക് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഒരു മൂവിങ് ബോഡി വിചാരിക്കും. മൂവിങ് ബോഡി, ഈ മൂവിങ് ബോഡിക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും? ഹൗ മച്ച് വർക്ക് ഇറ്റ് ക്യാൻ ഡു. The body can do due to its motion. So kinetic energy is the measure of the work that can be done by a body due to its motion ആണ്. അതിൻ്റെ മോഷൻ കാരണം അതിന് എത്ര വർക്ക് ചെയ്യാൻ പറ്റും, ആ ബോഡിക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ മെഷറാണ് ശരിക്ക് കൈനറ്റിക് എനർജി. എന്നതിൻ്റെ അളവാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഇല്ലേ, വിൻഡൊക്കെ വന്നിട്ട് ഇപ്പോൾ ഫ്ലോയിങ് ആകുമ്പോൾ അതിന് കൈനറ്റിക് എനർജിയാണ്. ഇത് വന്നിട്ട് ഫാനിൻ്റെ മുകളിലല്ലോ ഒന്ന് ഇടിക്കുമ്പോൾ ഈ ഫാൻ കറങ്ങുന്ന സംഭവമൊക്കെ ഇല്ലേ, അപ്പോൾ അത് കറങ്ങാൻ കാരണം ഇതിന് കൈനറ്റിക് എനർജി ഉള്ളതുകൊണ്ടാണ്. കൈനറ്റിക് എനർജിയാണ് ആ എയർ ഫ്ലോൻ്റെ കൈനറ്റിക് എനർജി കാരണമാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ മൂവിങ് ആയ സാധനത്തിന് ഒരെന്തുണ്ട്, അതിൻ്റെ ആ മോഷൻ കാരണം അതിനൊരു എനർജി ഉണ്ട്. ദാറ്റ് എനർജി ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. ഇനി നമ്മൾ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമ്മൾ ഒരു കൺസിഡർ
കൺസിഡർ എ ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസ്. Horizontal smooth surface. Okay, then an object is placed here. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു, എം മാസുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ മാസ് എം ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. ദ ഒബ്ജക്റ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നു. പിന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ നിങ്ങൾ കേട്ടില്ലേ, F = ma. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്ന. ഓക്കെ, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ആയത് അതല്ല. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് ആക്സലറേഷൻ ഉണ്ടാവും അല്ലേ? ആക്സലറേഷൻ ഉണ്ടാവും എന്നാണ് അർത്ഥം. ഫോഴ്സ് അപ്ലൈ ചെയ്യും തോറും അതിൻ്റെ ആക്സലറേഷൻ ഉണ്ടാവും എന്നാണ് അർത്ഥം. അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരും അല്ലേ? വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ടാവും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി 0. പിന്നെ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യും തോറും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെ ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ എസ് ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം അതിൻ്റെ വെലോസിറ്റി v ആയി. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി v ആണെങ്കിൽ, ഈ ഇൻസ്റ്റൻറ്റിൽ v ആണെങ്കിൽ തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ അത് v ആയിരിക്കില്ല. കാരണം എന്താ? വെലോസിറ്റി ഇങ്ങനെ മാറും. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആക്സലറേഷൻ സംഭവിക്കും. എന്നാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് എന്നാൽ എസ് എന്ന് പറയുന്ന ആ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ v ആണെന്ന് വിചാരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും മാറും. തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി വേറെ ഒന്നായിരിക്കും. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് എങ്ങനെ കാണും? വർക്ക് ഡൺ ഓൺ ദ ബോഡി വർക്ക് ഈക്വൽ ടു Fs cos തീറ്റ. അപ്പോൾ Fs മതി അല്ലേ? വർക്ക് ഈക്വൽ Fs മതി. കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനായാലും പഠിച്ചെന്നാൽ Fs, അല്ലെങ്കിൽ Fs cos തീറ്റ എടുക്കണം. Fs cos 0 തീറ്റ 0 cos 0 1 ആണ്. അപ്പോൾ വർക്ക് Fs. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് വർക്ക് ഈക്വൽ Fs അല്ലേ? എഫിന് പകരം ma കൊടുക്കാം. F = ma. സോ MASI. ഓക്കെ, ഇനി നമുക്കറിയാം v² = u² + 2as ആണ്. ആണ്. അതിൽ u 0 ആണ്. ആയതുകൊണ്ട് ഇത് 0 ആണ്. കാരണം ഇനീഷ്യലി റെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് റെസ്റ്റ് ആണ്. ഇപ്പോൾ ഉള്ള വെലോസിറ്റിയാണ് v. സോ v² = 2as. ഇനീഷ്യൽ വെലോസിറ്റി 0. ഇതിൽ നിന്ന് a എന്ത് വരും? a ലെഫ്റ്റിലേക്ക് എടുത്താൽ v² / 2s വരും അല്ലേ? a = v² / 2s. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ്റെ സ്ഥാനത്ത് v² / 2s ഇവിടെ കൊടുക്കുക. അപ്പോൾ w = ma. എത്രയാണ്? v² / 2s. എയുടെ സ്ഥാനത്ത് v² / 2s ഇൻറ്റു s. ഓക്കെ, സോ s ആൻഡ് s ക്യാൻസൽ. ഓക്കെ, സോ വർക്ക് ഈക്വൽ ടു mv² / 2. ഇങ്ങനെ കിട്ടിയ mv² / 2 എന്ന് പറയുമ്പോൾ വർക്ക് ഈക്വൽ ടു ഹാഫ് mv² അല്ലേ? വർക്ക് ഈക്വൽ ഹാഫ് mv². mv² / 2 ഹാഫ് mv² ആണ് വർക്ക്. എന്ന് വെച്ചാൽ ഈ റെസ്റ്റിലുള്ള ബോഡിക്ക് v വെലോസിറ്റി കിട്ടാൻ വേണ്ടി, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം വെലോസിറ്റി v അല്ലേ? v വെലോസിറ്റി ആവാൻ വേണ്ടി, v എന്ന് പറയുന്നൊരു ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി v ആവാൻ വേണ്ടി ഇത്രയും വർക്ക് ചെയ്യണം. ഇത് വർക്കാണ് ശരിക്കും. ഇത്രയും വർക്ക് ചെയ്താൽ ഈ റെസ്റ്റിലായിരുന്ന ബോഡി v വെലോസിറ്റി അറ്റൈൻ ചെയ്യും അല്ലേ? അപ്പോൾ v വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി
ഉള്ള വർക്കായത്. ഈ വർക്കായിരിക്കും ഇപ്പോൾ ഈ ബോഡി ഇപ്പോൾ വെലോസിറ്റി വി അല്ലേ, അപ്പോൾ ഇപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. മൂവ് ചെയ്യുമ്പോൾ അതിന് ഇപ്പോൾ വി വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഷ്യൽ അതിന് മൂവ് ചെയ്യുന്നുണ്ട് ഒരു കൈനറ്റിക് എനർജി ഇല്ലേ. അപ്പോൾ ഈ വർക്കായിരിക്കും ആ വി വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, റെസ്റ്റിൽ നിന്ന് വി വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്കാണല്ലോ ഇത്. ഈ വർക്കാണ് അതിൻ്റെ കൈനറ്റിക് എനർജി. സോ ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ദ കൈനറ്റിക് എനർജി എന്നാണ്. ഈ വർക്ക് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഈ വർക്കാണ് കൈനറ്റിക് എനർജി. ദർഫോർ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്നാ, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² അല്ലേ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പം ഇത്രയും വർക്ക് അതിന് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എനർജി കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് അല്ലേ, എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പോൾ ഇത്രയും, ഇത് ശരിക്കും വർക്കാണ്, ഇത്രയും വർക്ക് ചെയ്യാനുള്ള വർക്കാണ് ഇത് സാധനം. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ബോഡിക്ക് കിട്ടി. എന്നാൽ ആ ബോഡിക്ക് ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇത്രയും വർക്ക്, ആ വർക്കാണ് അതിൻ്റെ കൈനറ്റിക് എനർജി. ഇത്രയും വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ബോഡിക്കുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ ജനറലി എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എന്ത് എനർജി ആയാലും എനർജി എന്ന് പറഞ്ഞാൽ വർക്കാന്ന് പറഞ്ഞല്ലോ. ഈ വർക്കല്ലേ എനർജിയായി മാറപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ. സോ എനർജി, അത് ഏത് എനർജി ആയാലും എനർജി ഈസ് എ സ്കേലാർ. പിന്നെ ഇത് വർക്കാണ് സാധനം. ഈ വർക്കാണ് എനർജി ആയിട്ട് മാറ്റപ്പെടുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റ് ജൂൾ തന്നെയായിരിക്കും, വർക്കിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും. വർക്കിൻ്റെ യൂണിറ്റ് ജൂളല്ലേ, ജൂൾ തന്നെയായിരിക്കും. പിന്നെ ഡയമെൻഷണൽ ഫോമുല എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ തന്നെയായിരിക്കും. വർക്കാണല്ലോ സംഭവം. അപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്നാൽ ml² T⁻². അത് തന്നെയായിരിക്കും ജനറലി എനർജീൻ്റെ ഡയമെൻഷണൽ ഫോമുല. ഏത് എനർജി ആയാലും ഡയമെൻഷണൽ ഫോമുല അത് തന്നെയായിരിക്കും. കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി അല്ല, എന്ത് തന്നെയായാലും സ്കേലാർ ആയിരിക്കും. എനർജി ജനറലി സ്കേലാർ ആയിരിക്കും. യൂണിറ്റ് ജൂളാണ്. ഡയമെൻഷണൽ ഫോമുല വർക്കിൻ്റെ അതേ സംഭവം തന്നെയാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്.